Hello, welcome back to Xylem Learning. It's me, VK. Finally, നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷൻ ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓൾറെഡി 2 എക്സാമിനേഷൻ അതിഗംഭീരമായിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. നാളെ നമ്മുടെ +1 ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാമിനേഷൻ ആണ് നമ്മളെ കാത്തിരിക്കുന്നത്. മക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 3 മാർക്കിനും അതേപോലെ തന്നെ 5 മാർക്കിനും വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടുതൽ ഡീറ്റെയിൽസും ഫീഡ്ബാക്സും എല്ലാം നിങ്ങൾ ചാറ്റ് ബോക്സിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. സോ ഏതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് നമുക്ക് പരിശോധിക്കാം. സോ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് കോൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ ഇൻഡസ്ട്രി? ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെ? വ്യവസായം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇറ്റ്സ് മേജർ കാറ്റഗറീസ് വിത്ത് എക്സാമ്പിൾസ്. പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി, ടേർഷ്യറി ഇൻഡസ്ട്രി എന്ന കാറ്റഗറി നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. സോ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പായിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ നോട്ട് ചെയ്ത് വെക്കാം. ഇതിനടുത്ത് വാട്ട് ഈസ് കൊമേഴ്സ്? ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ വേരിയസ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്. അപ്പം കൊമേഴ്സ് എന്താണ്, അതേപോലെ തന്നെ കൊമേഴ്സിന്റെ ഫങ്ഷൻസ് വിച്ച് മീൻസ് കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ്. ഇതാണ് ചോദ്യം. മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. വെറുതെ കോൺസെപ്റ്റ് പഠിച്ചു വെക്കരുത്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്, എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഇതിനടുത്ത് വാട്ട് ഡു യു മീൻ ബൈ ദ ടേം ബിസിനസ് റിസ്ക്? ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് മക്കളെ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചോ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ബിസിനസ് റിസ്ക്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൺഫേം ആണ്, നോട്ട് ചെയ്ത് വെച്ചോ. ദെൻ എക്സ്പ്ലെയിൻ ഇൻ ബ്രീഫ് ദ 4 causes ഓഫ് ബിസിനസ് റിസ്ക്. ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്, നോട്ട് ചെയ്ത് വെച്ചോ. കോസസ് ഓഫ് ബിസിനസ് റിസ്ക്, നാച്ചുറൽ കോസ് ഉണ്ട്, ഹ്യൂമൻ കോസ് ഉണ്ട്, നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങളാണ്. ദെൻ ഡിസ്കസ് എനി 5 ബേസിക് ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് ഫോർ സ്റ്റാർട്ടിംഗ് എ ബിസിനസ്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആട്ടോ. അപ്പൊ 2 റിപ്പീറ്റഡ് ചോദ്യം സാർ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് ബിസിനസ് റിസ്ക്കുമായി ബന്ധപ്പെട്ട ചോദ്യം, അതേപോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് റിക്വയർഡ് ആയിട്ട് വരുന്നത്, ഘടകങ്ങൾ എന്തെല്ലാമാണ് ബിസിനസിനെ എഫക്ട് ചെയ്യുന്നത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഷോർട്ട് എസ്സേ രീതിയിലുള്ള എക്സ്പെക്ടേഷൻ ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ഒരു എസ്സേ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിന് ഷുവർ ആണ്, പക്ഷേ ഷോർട്ട് എസ്സേസും ഒരുപാട് വരാറുണ്ട്. സോ ഒന്നാമത്തെ ചോദ്യം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 4 മെറിറ്റ്സ് ആൻഡ് 4 ഡിമെറിറ്റ്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനുമായി ബന്ധപ്പെട്ട ചോദ്യം ആർക്ക് ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പറ്റണം, കാരണം സിമ്പിൾ ആണ് കോൺസെപ്റ്റ്. സോ ഒരു 4 മാർക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്, 4 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. സോ നോട്ട് ചെയ്ത് വെക്കട്ടോ. ഇതിനടുത്ത് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് അവൈലബിൾ ഇൻ പാർട്ട്ണർഷിപ്പ് ബിസിനസ്. അതായത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലെ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് ഉണ്ട്, അല്ലേ? ആക്റ്റീവ് പാർട്ട്ണർ, നോമിനൽ പാർട്ട്ണർ, സീക്രട്ട് പാർട്ട്ണർ, പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ, പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അത് എങ്ങനെയൊക്കെയാണ്, ആരൊക്കെയാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ദെൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ്. HUF, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്. നമുക്കറിയാം സിമ്പിളായിട്ട് ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ഫാമിലി ബിസിനസ് ആണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞാൽ. സോ അതുമായി ബന്ധപ്പെട്ട ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ട്. സോ ഒരു 3 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ നോട്ട് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞ ക്വസ്റ്റിന് തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്, കണ്ടന്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് നോട്ട് ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും ചോദിക്കാറുണ്ട്. പാർട്ട്ണർഷിപ്പിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അടങ്ങിയിട്ടുള്ള അഗ്രിമെന്റിനെയാണ് നമ്മൾ എന്ത് വിളിച്ചുകൊണ്ടിരുന്നത്, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. സോ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യമാണ്, ഇറ്റ്സ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഹു ജോയിൻ ടുഗദർ വിത്ത് ദ മോട്ടീവ് ഓഫ് വെൽഫെയർ ഓഫ് ദി മെമ്പേഴ്സ്. എന്ത് ചെയ്യണം, കുറച്ച് ആളുകൾ അല്ലെ വെൽഫെയർ ഓഫ് ദി മെമ്പേഴ്സ് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു അസോസിയേഷൻസ് ഫോം ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ആ ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം. ഐഡന്റിഫൈ ദ ഫോം ഓഫ് ഓർഗനൈസേഷൻ റെഫേർഡ് അബവ്. മുകളിൽ പറഞ്ഞിട്ടുള്ള ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണെന്നാണ് ചോദ്യം. മക്കളെ ഏതാണ് ആൻസർ? കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്, അല്ലേ? തീർച്ചയായിട്ടും സഹകരണ സംഘങ്ങൾ നമുക്ക് മലയാളത്തിൽ പറയാൻ വേണ്ടി പറ്റും. സോ അത്തരത്തിലുള്ള എന്ത് ചെയ്യുന്നത്, മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടി, അല്ലേ, വെൽഫെയർ ഓഫ് ദി മെമ്പേഴ്സിന് വേണ്ടി എന്ത് ചെയ്യണം, ഒരു അസോസിയേഷൻ ഫോം ചെയ്യാണ്. രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. 1912 കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ഒക്കെ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെക്കണം കേട്ടോ. ദെൻ എക്സ്പ്ലെയിൻ 2 ഫീച്ചേഴ്സ് ആൻഡ് 2 മെറിറ്റ്സ് ഓഫ് ദിസ് ഫോം ഓഫ് ബിസിനസ്, അല്ലേ? ഇതിന്റെ ഏതെങ്കിലും ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടി പറഞ്ഞു, അതേപോലെ തന്നെ 2 ഗുണങ്ങളും മെറിറ്റ്സും എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട് കേട്ടോ. ടൈപ്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും ഉണ്ട്. അതും ജസ്റ്റ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. 5 ടൈപ്സ് ഉണ്ട്. അതും എന്ത് ചെയ്യാം, 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിൽ ഈ ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, കാരണം ഇതിനപ്പുറത്തേക്ക് ഈ ചാപ്റ്ററിന് ചോദിക്കാൻ ഒരു ഷോർട്ട് എസ്സേ ഉണ്ടാവില്ല. നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിന് ഒരിക്കലും വരില്ല. ഒരു 8 മാർക്കിന്റെ ചോദ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതില്ല. നമ്മളൊരു 4 മാർക്ക് 5 മാർക്കിന് മാക്സിമം അത്രയൊക്കെ ഈ ഒരു ചാപ്റ്ററിന് വരാറുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ എനി 5 ലിമിറ്റേഷൻസ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങിന്റെ ലിമിറ്റേഷൻസ് ആണ് എഴുതാൻ വേണ്ടി പറഞ്ഞുള്ളത്. 5 ലിമിറ്റേഷൻസ് 5
മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. സോ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി ഒരു ഷുവർ ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും രണ്ടാമത്തെ ചോദ്യം. അതായത് MNC എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് MNC? മൾട്ടിനാഷണൽ കമ്പനി. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ എനി 4 ഫീച്ചേഴ്സ് ഓഫ് MNC. ഏതെങ്കിലും 4 ഫീച്ചേഴ്സ്. ഈ MNC വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗ്ലോബൽ എന്റർപ്രൈസ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഗ്ലോബൽ എന്റർപ്രൈസ് അഥവാ MNCയുടെ ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടി പറഞ്ഞു. സ്ഥിരമായിട്ട് കാണുന്ന, നിങ്ങൾക്ക് മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പർ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ് MNCയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. സോ കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടോ. അടുത്തൊരു ചോദ്യമാണ്, നെയിം ദ ഫോം ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് എൻ ഓട്ടോണമസ് യൂണിറ്റ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ്. അതായത് പാർലമെന്റിന്റെയോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെയോ പ്രത്യേക നിയമപ്രകാരം ഫോം ചെയ്യുന്ന, രൂപീകരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട് ഗവൺമെന്റ്. ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഏതാണ്? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അല്ലെങ്കിൽ പബ്ലിക് കോർപ്പറേഷൻ എന്ന് വിളിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ആക്ട് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളും. ആക്ട് ബൈ എ പാർലമെന്റ് ബൈ എ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ പബ്ലിക് കോർപ്പറേഷൻ ആണ് കറക്റ്റ് ആൻസർ. അതിന്റെ ഫീച്ചേഴ്സും പഠിച്ചു വെക്കാം കേട്ടോ. ദെൻ ഫൈനലി സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് ഗവൺമെന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ടോട്ടൽ ക്യാപിറ്റലിൽ 51% ക്യാപിറ്റൽ ഓൺ ബൈ ഗവൺമെന്റ് ആണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കമ്പനിയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗവൺമെന്റ് കമ്പനി എന്ന് പറയുക. സോ ആ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ എഴുതി വെക്കാം. കൂടാതെ റൈറ്റ് എനി 2 ലിമിറ്റേഷൻസ് ഓഫ് ഗവൺമെന്റ് കമ്പനി. എന്തെങ്കിലും 2 പോരായ്മകൾ, ലിമിറ്റേഷൻസ്, ഡീമെറിറ്റ്സ് അതും കൂടി എക്സ്ട്രാ ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യത കൂടുതലുള്ളത്. സോ ഇത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് 4ാമത്തെ ചാപ്റ്ററിൽ ഈ 3 ചോദ്യങ്ങളാണ് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. സോ അതുകൊണ്ട് 1ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഗുഡ്സും സർവീസും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. ഒരു 3 പോയിന്റ് ഡിഫറൻസ് ആക്കി പഠിച്ചു വെക്കുക. 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിനടുത്ത ചോദ്യം, ഡിസ്ക്രൈബ് വേരിയസ് ഫംഗ്ഷൻസ് പെർഫോംഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വാണിജ്യ ബാങ്കുകൾ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഫംഗ്ഷനിങ് ചെയ്യുന്ന അവരുടെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? പ്രൈമറി ഫംഗ്ഷൻ, സെക്കൻഡറി ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ട് 5 മാർക്കിന്റെ ചോദ്യം മക്കളെ ഷുവർ ആണ്, കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. ഇതിനടുത്തത് എക്സ്പ്ലെയിൻ വേരിയസ് പോസ്റ്റൽ സർവീസ് അവൈലബിൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള പോസ്റ്റൽ സർവീസിന് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് പോസ്റ്റൽ സർവീസിലൂടെ ഈ പറയുന്ന ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് കിട്ടുന്ന ആണുള്ള ചോദ്യം. നമുക്കറിയാം ഈ പറഞ്ഞ മെയിൽ ഓർഡർ ഫെസിലിറ്റീസ് ഉണ്ട്, ഫൈനാൻഷ്യൽ ഫെസിലിറ്റീസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് പോസ്റ്റൽ സർവീസുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് പോയിന്റുകളും അറ്റ്ലീസ്റ്റ് എന്താക്കുക, നോട്ട് ചെയ്ത് വെച്ചേക്കാം. 3 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാൻ സാധ്യത കൂടുതലാണ്, കൃത്യമായിട്ട് നോട്ട് വെച്ചേക്കാം. ഇനി അടുത്തത് 5ാമത്തെ ചാപ്റ്റർ ദാറ്റ് ഈസ് എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് ആണ് 5ാമത്തെ ചാപ്റ്റർ. സോ ഈ ഒരു ചാപ്റ്ററിന്റെ 1ാമത്തെ ചോദ്യം, റൈറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഇ ബിസിനസിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? സത്യം പറഞ്ഞാൽ ഈ ചോദ്യം എല്ലാവർക്കും എഴുതാൻ വേണ്ടി പറ്റും. ഈ ചാപ്റ്റർ എന്ത് ചോദിച്ചാലും സിമ്പിളായിട്ട് എഴുതാം. ഒരു 2 കോൺസെപ്റ്റ് മാത്രമാണ് ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാ ചോദ്യം എല്ലാവർക്കും എഴുതാൻ വേണ്ടി സാധിക്കും. സോ ഈ ബിസിനസിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. അതൊരു 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈ ബിസിനസിന്റെ ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ടത്. ഇതിനടുത്ത് റൈറ്റ് എനി 5 ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ബിസിനസ് ആൻഡ് ഇ ബിസിനസ്. ഇത് റിപ്പീറ്റഡ് ചോദ്യമാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസങ്ങൾ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇതിനടുത്ത് ഇന്ററാക്ഷൻ ഡീലിംഗ്സ് അമംഗ് ദി വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് പേഴ്സൺസ് വിത്തിൻ ദ ഫേം ഈസ് നോൺ ആസ്. അതായത് ഇൻട്രാ ബി കൊമേഴ്സ് ആണ് മക്കളെ. സ്കോപ്പ് ഓഫ് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ബിസിനസ് മോഡൽസ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഉറപ്പായിട്ടും സ്കോപ്പ് ഓഫ് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ബിസിനസ് മോഡൽസുമായി ബന്ധപ്പെട്ട ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. B2B, C2C, B2C എന്നൊക്കെ പറയുന്നത് ഇൻട്രാ ബി കൊമേഴ്സ് എന്നൊക്കെ നമുക്കറിയാം. സോ അത് കൃത്യമായിട്ട് എന്താക്കുക, മാച്ച് ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി നമ്മൾ 6ാമത്തെ ചാപ്റ്ററിലേക്ക് കടന്നു കഴിഞ്ഞാൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, 1ാമത്, എ ബിസിനസ് ഓർഗനൈസേഷൻ മസ്റ്റ് ബി റെസ്പോൺസിബിൾ ടു ഡിഫറെന്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. ഹൗ ദ ബിസിനസ് ഇമ്പാർട്സ് ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി ടു വേരിയസ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. ചോദ്യം കണ്ടിട്ട് പേടിക്കുന്നുണ്ട്. സിമ്പിളാണ്. ഒരു ബിസിനസ് സ്ഥാപനം വേരിയസ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പിനോട്, അതായത് വ്യത്യസ്ത തരത്തിലുള്ള ആളുകളോട് ഓരോ രീതിക്ക് അനുസരിച്ചുള്ള റെസ്പോൺസിബിലിറ്റിയാണ് കാണിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ കസ്റ്റമേഴ്സിന് എടുക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സിനോട് കാണിക്കേണ്ടത് ക്വാളിറ്റി ഗുഡ്സ് കൊടുക്കുക, ഫെയർ പ്രൈസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതേപോലെ തന്നെ അഡൾട്രേഷനും കാര്യങ്ങളൊന്നും നടത്താണ്ടിരിക്കുക, അല്ലെ പറ്റിക്കപ്പെടുത്തരുത് ഈ കസ്റ്റമേഴ്സിനെ. സോ ഇത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയാണ് കസ്റ്റമേഴ്സിനോട് കാണിക്കേണ്ടത്. ഇനി ഓണേഴ്സിനോട് ഡിഫറെന്റ് കാറ്റഗറി ഓഫ് റെസ്പോൺസിബിലിറ്റിയാണ് കാണിക്കേണ്ടത്. അതേപോലെ തന്നെ സപ്ലൈ ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഉണ്ട്. സോ ഇത്തരത്തിൽ ഓരോ ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പിനോട് കാണിക്കേണ്ട റെസ്പോൺസിബിലിറ്റി എന്താണെന്നാണ് ചോദ്യം. അപ്പം മക്കളെ ഇതുമായി ബന്ധപ്പെട്ട മാച്ച് ദ ഫോളോയിങ് ചോദിക്കാൻ സാധ്യത, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുണ്ട്. നോട്ട് ചെയ്ത് വെച്ചേക്കട്ടോ. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത, ദർ ആർ വേരിയസ് ആർഗ്യുമെന്റ്സ് ഫോർ
and against the social responsibility of business. Where do you stand in this regard? Justify your stand by explaining any 5 points. മക്കളെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറേ പ്രസ്താവനകളുണ്ട്. അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പ്രസ്താവനകളുണ്ട്. സോ നിങ്ങൾ ഇതിൽ എവിടെ നിൽക്കുന്നു? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള പോയിന്റ്സ് എഴുതാം, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന പോയിന്റ്സും എഴുതാം. സോ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എഴുതിയാൽ മതി മക്കളെ. ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റ് എന്നുള്ള പോയിന്റ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളാം, ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതിനടുത്ത് എന്താണ് പൊല്യൂഷൻ? വാട്ട് ഡു യു മീൻ ബൈ പൊല്യൂഷൻ? ആർക്കും എഴുതാൻ വേണ്ടി പറ്റും, കാരണം നമ്മൾ LP ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങുന്ന ഒരു കാര്യമാണ് എന്താണ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ. സോ അതുകൊണ്ട് അനലൈസ് ദ വേരിയസ് കോസസ് ഓഫ് പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, എല്ലാവർക്കും എഴുതാവുന്ന ചോദ്യമാണ്. സോ ഇതേപോലെ സിമ്പിൾ ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. സോ പാറ്റേണിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. സോ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിനടുത്ത് ഡിസ്ക്രൈബ് ദ വേരിയസ് ബേസിക് എലമെന്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. 2 മാർക്കിന് ചോദ്യമാണ്. എന്താണ് ബിസിനസ് എത്തിക്സ്? ബിസിനസ് എത്തിക്സിന്റെ എലമെന്റ്സുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. സോ നോട്ട് ചെയ്ത് വെച്ചേക്കട്ടോ. ഇനി അടുത്ത് ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കേണ്ടത്. ഫോർമേഷൻ ഓഫ് എ കമ്പനി ഇൻവോൾവ്സ് വേരിയസ് സ്റ്റെപ്പ്. ഒരു കമ്പനി ഫോർമേഷന് കുറേ അധികം സ്റ്റെപ്പുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 4 സ്റ്റെപ്പുകളാണുള്ളത്. ഗിവ് എ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദീസ് സ്റ്റെപ്സ്. 4 മാർക്കിന് ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പുകൾ മാത്രം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ള 3ാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതണം എന്നില്ല. സോ ആ സ്റ്റെപ്പുകൾ ഏതാണ്ട് ഒരു ഷോർട്ട് പാരഗ്രാഫ് ആയിട്ട് കൃത്യമായിട്ട് എഴുതി വെക്കാം. ദെൻ മെമ്മോൺ ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി കണ്ടെയ്ൻസ് ഡിഫറെൻറ്റ് ക്ലോസസ്. യെസ്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് 2ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് കാണുന്ന ചോദ്യമാണ്. മെമ്മോൺ ഓഫ് അസോസിയേഷനിലെ ക്ലോസസിനെ കുറിച്ച് സ്ഥിരമായിട്ട് നെയിം ക്ലോസ്, രജിസ്റ്റേർഡ് ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ് എന്നൊക്കെ നമ്മൾ ഒരുപാട് ക്ലോസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ക്ലോസ് കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക. അതിൻ്റെ അടിയിൽ എഴുതാനുള്ള എക്സ്പ്ലനേഷനും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എക്സാമിന് 5 മാർക്കിന് ചോദിക്കും കേട്ടോ. ദെൻ റൈറ്റ് എനി 5 ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് കേട്ടോ മക്കളെ. മെമ്മോറാണ്ടം അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ തമ്മിലുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റൻ അല്ലേ, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സോ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ദെൻ ആരാണ് ഒരു പ്രൊമോട്ടർ? ഹു ഇസ് എ പ്രൊമോട്ടർ? ഡിസ്ക്രൈബ് എനി 2 ഓഫ് ഹിസ് ഫംഗ്ഷൻ ഇൻ റിലേഷൻ വിത്ത് ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി ഫോർമേഷന് ആവശ്യമായിട്ടുള്ള ഇനീഷ്യൽ സ്റ്റേജസിൽ നടത്തുന്ന എല്ലാ ആക്ടിവിറ്റീസും നടത്തുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ പ്രൊമോട്ടറുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഇതൊരു 2 മാർക്ക് 3 മാർക്കിനൊക്കെ കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പ്രൊമോഷൻ എന്താണ്, അത് ആരാണ് പ്രൊമോട്ടർ, ഒരു ഇൻഡിവിജ്വൽ ആവാം, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആവുന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. സോ അതുമായി ബന്ധപ്പെട്ട പ്രൊമോട്ടറുടെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ റോൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 3 മാർക്ക് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇനി അടുത്ത് ലാസ്റ്റ് ചാപ്റ്റർ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ്. കടൽ പോലെ കിടക്കുന്ന ചാപ്റ്ററാണ്. ഒരുപാട് സോഴ്സസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഈ സോഴ്സസിന് ഏതാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഏതൊക്കെ സോഴ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ആദ്യം നമ്മൾ ചോദ്യത്തിലേക്ക് വരുന്നു. എക്സ്പ്ലെയിൻ വേരിയസ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഫിനാൻസ് അവൈലബിൾ ഫോർ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള എക്സ്റ്റേണൽ സോഴ്സുകളാണ് എന്നാണ് ചോദ്യം. മക്കളെ ഇതൊരു 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 5 എക്സ്റ്റേണൽ സോഴ്സിനെ കുറിച്ചാണ് എഴുതേണ്ടത്. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്ന സമയത്ത് ബിസിനസിന്റെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഫണ്ടുകളെയാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ജനറേഷന്റെ കാറ്റഗറിയിൽ നമ്മൾ ഇന്റേണൽ സോഴ്സും പറഞ്ഞിട്ടുണ്ട്, എക്സ്റ്റേണൽ സോഴ്സും പറഞ്ഞിട്ടുണ്ട്. സോ എക്സ്റ്റേണൽ സോഴ്സ് നിങ്ങൾക്ക് ഏത് ടോപ്പിക് എടുത്താലും ഏത് സോഴ്സ് എടുത്താലും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ദെൻ ഏതൊക്കെ സോഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഏതൊക്കെ സോഴ്സാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഫാക്ടറിങ് തീർച്ചയായിട്ടും ഓർത്ത് വെക്കണം. ഫാക്ടറിങ് ഓർത്ത് വെക്കുക. ദെൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ലീസ് ഫിനാൻസിങ് ചോദിക്കാറുണ്ട്. ഇതൊക്കെ എക്സ്ട്രാ ആയിട്ട് ചോദിക്കുന്ന കോൺസെപ്റ്റ്. ലീസ് ഫിനാൻസ് ഒക്കെ നിങ്ങൾക്ക് ചിത്രം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ ട്രേഡ് ക്രെഡിറ്റ്. ഓക്കെ, ട്രേഡ് ക്രെഡിറ്റ് ചോദിക്കാറുണ്ട്. കൊമേഴ്ഷ്യൽ പേപ്പർ ചോദിക്കാറുണ്ട്. CP ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഡിബഞ്ചർ ചോദിക്കാറുണ്ട്. ഇതൊക്കെ എക്സ്റ്റേണൽ സോഴ്സിന് എക്സാമ്പിളാണ് ഡിബഞ്ചർ. ഇനി ഇത് കൂടാതെ ഇക്വിറ്റി ഷെയറും നോട്ട് ചെയ്ത് വെക്കണം. ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം. പ്രിഫറൻസ് ഷെയറും ഡിഫറൻസ് ചോദിക്കാറുണ്ട്. നോട്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട സോഴ്സസ്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം. ദിസ് സോഴ്സ് ഓഫ് ഫിനാൻസ് ഈസ് അതർവൈസ് നോൺ ആസ് പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് മക്കളെ. ഏത് സോഴ്സിനാണ് പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് എന്ന് വിളിക്കാറുള്ളത്? ദാറ്റ് ഈസ് റിട്ടൈൻഡ് ഏർണിംഗ്സ് ആണ് നമ്മൾ പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇസ് എൻ ഇന്റേണൽ സോഴ്സ് ആണ് അല്ലേ. റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ സോഴ്സ് ആണ്. സോ നെയിം ദ സോഴ്സ് ഓഫ് ഫിനാൻസ് മെൻഷൻഡ് ഹിയർ, എക്സ്പ്ലെയിൻ. അപ്പം റിട്ടൈൻഡ് ഏർണിംഗ്സ് എന്ന് എഴുതിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ റീറ്റൈൻഡ് ഏർണിംഗ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. ഒരു 3 മാർക്കിന് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. 3 മാർക്കിന് 2 മാർക്കിനൊക്കെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. സോ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം.
ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫിക്സഡ് ക്യാപിറ്റൽ യൂസ്ഡ് ഫോർ ലോങ് ടേം പർപ്പസ്. ലോങ് ടേമിലേക്കാണ് ഫിക്സഡ് ക്യാപിറ്റൽ യൂസ് ചെയ്യുക. ഷോർട്ട് ടേമിലേക്കായിരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്യുക അല്ലേ? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ കറണ്ട് അസറ്റിൽ കറണ്ട് ലാബിലിറ്റീസ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സോ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചേക്കുക ലോങ് ടേം പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുക. വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെ ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്യാപിറ്റലാണ്. സോ അതിനെന്താണ് ഷോർട്ട് ടേം പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പം ഇതേപോലെ 3 ഡിഫറൻസ് നിങ്ങൾ എഴുതി വെക്കണം. 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതിനടുത്ത് ആൽഫ ലിമിറ്റഡ് ഡിസൈഡ് ടു റൈസ് ഫണ്ട് ഫോർ ഇറ്റ്സ് എക്സ്പാൻഷൻ പ്രോഗ്രാം. അതായത് ആൽഫ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി എന്ത് ചെയ്യണം? അവരുടെ എക്സ്പാൻഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഫണ്ടുകൾ റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആസ് എ ഫിനാൻസ് മാനേജർ, അപ്പോൾ നിങ്ങളൊരു ഫിനാൻസ് മാനേജർ ആണ് എന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് യു ഷുഡ് കൺസിഡർ വൈൽ ചൂസിങ് എ സ്യൂട്ടബിൾ സോഴ്സ് ഓഫ് ഫിനാൻസ് ഫോർ ദി കമ്പനി? ഒരു കമ്പനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് കണ്ടെത്തുന്ന സമയത്ത് എന്തെല്ലാം ഘടകങ്ങളാണ്, ഫാക്ടേഴ്സ് ആണ് നിങ്ങളെ എഫക്ട് ചെയ്യുന്നതാണ് ചോദ്യം മക്കളെ. നമ്മുടെ ചാപ്റ്ററിന്റെ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന ചാപ്റ്ററിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. ഏത് സോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്തും എഫക്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതിൻ്റെ സോഴ്സ് ഓഫ് ജനറേഷൻ, അതിൻ്റെ ടോട്ടൽ എക്സ്പെൻസുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊരു 4 പോയിന്റ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. 4 പോയിന്റ് പഠിച്ചിരിക്കണം. കാരണം 4 മാർക്കിന് ചോദിക്കാൻ സാധ്യത. എല്ലാവരും സ്കിപ്പ് അടിക്കുന്ന ഒരു ഏരിയ ആണ്. സോ അത് സ്കിപ്പ് അടിക്കരുത്. 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യത ഒരു പോർഷനാണ് ഈ പറയുന്ന ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് ഫോം ഓഫ് സോഴ്സ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. സോ അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. സോ ഈ ചോദ്യങ്ങളായിരിക്കും നാളെ പരീക്ഷയ്ക്ക് വരുന്നത്. സോ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. കൂടാതെ നമ്മുടെ ലൈവ് ക്ലാസ്സും കാര്യങ്ങളും മെഗാ മാരത്തണൊക്കെ പോകുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക. ഇതിൻ്റെ കംപ്ലീറ്റ് ആൻസറും അതേപോലെ തന്നെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള നോട്ട്സും നിങ്ങൾക്ക് അവിടെ കിട്ടും. സോ ഇത് കൂടാതെ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമുക്ക് അവിടെ ഉഷാറായിട്ട് പഠിക്കാം. സോ ഉഷാറായിട്ട് തന്നെ പഠിക്കുക. നാളത്തെ എക്സാം അടിപൊളിയായിട്ട് എഴുതുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്.